കഴിഞ്ഞ ദിവസം കാസർഗോഡ് കുമ്പളയിൽ തുടക്കം കുറിച്ച UDFിന്റെ പുതുയുഗ യാത്ര ആവേശത്തിന്റെ തിരയിളക്കം സൃഷ്ടിച്ച് കേരളത്തെ ത്രസിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ഈ യാത്രയിൽ UDFിന്റെ നേതാക്കളെല്ലാം കയ്യും മെയ്യും മറന്ന് അണിനിരക്കുന്നതാണ് കാണുന്നത്. 10 വർഷത്തെ ദുർഭരണത്തിലൂടെ പിണറായി വിജയൻ സർക്കാർ തകർത്തെറിഞ്ഞ കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഐക്യജനാധിപത്യ മുന്നണി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പുതുയുഗ യാത്ര സംഘടിപ്പിക്കുന്നത്. ഈ സർക്കാരിനെ തുറന്നു കാട്ടുന്നതിനോടൊപ്പം UDF അധികാരത്തിലെത്തിയാൽ കടക്കണിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്നത് ഉൾപ്പെടെ ആരോഗ്യ, വിദ്യാഭ്യാസ, വികസന മേഖലകളിൽ വരുത്തുന്ന മാറ്റങ്ങളും പുതുയുഗ യാത്രയുടെ ഭാഗമായി ഓരോ പ്രദേശങ്ങളിലെ ജനങ്ങളുമായി ചർച്ച ചെയ്യും. ശബരിമല ധർമ്മശാസ്താവിൻ്റെ സ്വർണം പൊതിഞ്ഞ കട്ടിളയും വാതിൽപ്പടിയും ദ്വാരപാലക ശില്പങ്ങളും മോഷ്ടിച്ച കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയും സർക്കാരും CPM നേതൃത്വവുമാണ്. അവരെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടും. അഴിമതിയും ധൂർത്തും പിൻവാതിൽ നിയമനങ്ങളും നടത്തി കേരളത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമ്പോൾ അതിൻ്റെ ഇരകളാകുന്നത് സാധാരണക്കാരാണ് എന്നത് ഓർക്കണം. ഭൂമിയുടെ ന്യായവില 20%, വെള്ളക്കരം 300% കൂട്ടി. 2021 മെയ് മുതൽ 4 തവണ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസുകളും കുത്തനെ വർദ്ധിപ്പിച്ചു. ഈ സർക്കാർ പടിയിറങ്ങുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മൊത്തം കടം 6 ലക്ഷം കോടിയാകും. തുച്ഛമായ വേതന വർധനവിനു വേണ്ടി തെരുവിലിറങ്ങിയ ആശാപ്രവർത്തകരെയും അംഗൻവാടി ജീവനക്കാരെയും അപമാനിച്ചതും ഇടതുപക്ഷ സർക്കാരിൻ്റെ മന്ത്രിമാരാണ്. ആ പാവങ്ങൾ അനുഭവിച്ച അവഗണനയ്ക്കും അപമാനത്തിനും അടുത്ത UDF സർക്കാർ പരിഹാരമുണ്ടാക്കുമെന്നത് ഉറപ്പ് നൽകുകയാണ് യാത്രയിൽ. കാലങ്ങൾ കൊണ്ട് കേരള വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിൽ ആർജിച്ചെടുത്ത നേട്ടങ്ങളൊക്കെ ഈ സർക്കാർ 10 വർഷം കൊണ്ട് ഇല്ലാതാക്കി. സർവകലാശാലകളിലെയും കോളേജുകളിലെയും അക്കാദമിക് അന്തരീക്ഷം തകർത്ത് തരിപ്പണമാക്കി. നമ്മുടെ കുട്ടികൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. കാലഘട്ടത്തിന് അനുയോജ്യമായ കോഴ്സുകൾ ആരംഭിച്ചും തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കുന്ന പ്രോഗ്രാമുകൾ തുടങ്ങിയും നമ്മുടെ കുട്ടികളെ നാട്ടിൽ പിടിച്ചു നിർത്തേണ്ടതുണ്ട്. ആരോഗ്യ മേഖല ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ചികിത്സാ പിഴവിൽ 4ാം ക്ലാസ്സുകാരിയായ ഒരു കുഞ്ഞിൻ്റെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് ഉൾപ്പെടെ ആശുപത്രികളുടെ ശ്രദ്ധയില്ലായ്മയും കൈപ്പിഴകളും നിരന്തരമായി വർദ്ധിക്കുകയാണ്. കോവിഡിൻ്റെ മറവിൽ PR കമ്പനികളെ ഉപയോഗിച്ച് ജനങ്ങളെ കബളിപ്പിച്ച സർക്കാർ കോടിക്കണക്കിന് രൂപ അടിച്ചുമാറ്റിയതും കേരളം മറന്നിട്ടില്ല. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ അഴിമതിയുടെ ഏറ്റവും വലിയ സ്മാരകമായി ദേശീയപാതകൾ മാറിയിരിക്കുന്നു. 150ഓളം സ്ഥലത്ത് ദേശീയപാത നിർമ്മാണത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടും പിണറായി സർക്കാരിന് ഒരു പരാതിയുമില്ല. മോദിയും അമിത്ഷായും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെയൊക്കെ ഒപ്പിടും പിണറായി വിജയൻ. ഇതാണ് PM ശ്രീയിലും തൊഴിൽ നിയമ ഭേദഗതിയിലും കണ്ടത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൃശൂർ പാർലമെൻറ്റ് സീറ്റാണ് CPM BJPക്ക് തീരെഴുതി കൊടുത്തത്. മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും CPM നേതാക്കൾക്കുമെതിരായ എത്രയെത്ര അഴിമതി കേസുകളാണ് BJP CPM കൂട്ടുകെട്ടിൽ ഒത്തുതീർപ്പായത്. മൈക്കിന് മുന്നിൽ വർഗീയതയ്ക്കെതിരെ പോരാട്ടവും സ്റ്റേജിന് പിന്നിൽ വർഗീയവാദികളെ ആശ്ലേഷിക്കുന്ന കാപ്പട്യവും കേരള ജനത തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കേരളം നേരിടുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധികൾ ഉയർത്തിക്കാട്ടിയാണ് പുതുയുഗ യാത്ര കേരളത്തിൻ്റെ 14 ജില്ലകളിലൂടെയും കടന്നു പോകുന്നത്. പ്രാദേശിക നേതാക്കളെയും അഭ്യുദാകാംക്ഷികളെയും നേരിട്ട് കണ്ട് സംവദിച്ചുകൊണ്ട് നാട് നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ യാത്ര UDF വിഭാവനം ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 6 തുടങ്ങി മാർച്ച് 6 പുതുയുഗ യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ കേരളത്തിൽ ഒരു പുതുയുഗം പിറക്കുമെന്ന് UDF പറയുന്നു. 100ന് മുകളിൽ സീറ്റ് പിടിക്കുമെന്ന് UDFിൻ്റെ പ്രഖ്യാപനം സാധ്യമാക്കാൻ ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ വഴി തെളിയുമ്പോൾ അതിന് വഴികൾ വിശാലമാക്കുക എന്നതാണ് ഈ യാത്ര ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ കേരളത്തിൻ്റെ സമഗ്ര മേഖലകളിലും UDF ആഴത്തിൽ പഠിച്ച് ജനഹിതമായ മുന്നേറ്റങ്ങൾ സംസ്ഥാനത്ത് തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ എവിടെ വഞ്ചിക്കപ്പെട്ടു എന്ന് എടുത്തു കാണിച്ചുകൊണ്ടും ജനഹൃദയങ്ങളിലേക്ക് കടന്നു കയറാൻ UDFിൻ്റെ ഈ യാത്ര വഴിവെക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. ടീം UDF അംഗം തുടങ്ങിക്കഴിഞ്ഞു. LDFിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളാണ് ഇനി വരാനിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.